അയാൾ വഴിയുണ്ട്. ഞാൻ ഫാദർ ഇല്ലിക്കുടൻ. പ്ലീസ് കം. ഇരിക്കൂ. താങ്ക് യു. രജനിയല്ലേ? അതെ. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ബിനോയുടെ ഒരു ഫ്രണ്ടാണ് ഞാൻ. രജനിയുടെ പേരും പറഞ്ഞ് എവിടെ നിന്നോ വന്ന 4-5 റൗഡികൾ ബിനോയും ഫ്രണ്ട്സിനെയും 2 പ്രാവശ്യമായിട്ട് മർദ്ദിക്കുന്നു. ആരാണ് ആ റൗഡികൾ? റൗഡികളോ? ഞാനാരും അയച്ചിട്ടില്ല. അങ്ങനെ തല്ല് കൊണ്ടിട്ടുണ്ടെങ്കിലേ അത് ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന് കരുതിയാൽ മതി. എന്റെ ലൈഫ് നശിപ്പിച്ചാനാണവൻ. ബിനോയുടെ അഡ്വക്കേറ്റ് ആയിട്ടാണോ ഫാദർ ഇങ്ങോട്ട് വന്നത്? അങ്ങനെയാണെങ്കിൽ ഫാദർ സംസാരിക്കണമെന്നില്ല. അതിപ്പോ ഞാൻ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി. പ്ലീസ്, എന്റെ നന്മയ്ക്ക് വേണ്ടി അയാൾ എന്ത് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ മനസ്സ് വേദനിച്ച പോലെ അയാളുടെ മനസ്സും വേദനിക്കണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ഫാദറിന് ഇതല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. സോറി, എനിക്ക് തെറ്റുപറ്റിയെന്ന് തോന്നുന്നു. അയ്യോ, താനായിരുന്നു. പേടിച്ചു പോയല്ലോ. ഞാനും പേടിച്ചു. അച്ഛന, നീയൊക്കെ ചെയ്ത പാപത്തിന്റെ ഫലമായി ഇപ്പോഴേ അനുഭവിക്കുന്നത്. സമാധാനത്ത് വീട്ടിൽ കിടന്ന് ഉറങ്ങാനോ സ്വൈര്യമായി ഒന്ന് പുറത്തോട്ടിറങ്ങി നടക്കാനോ നിനക്ക് കഴിയുന്നുണ്ടോ? എവിടെ നിന്നോ വന്ന ഗുണ്ടകളെ പഠിച്ച് ഈ ഹോട്ടൽ മുറിയിൽ എത്ര നാളിങ്ങനെ ഒളിച്ചു കഴിയും? നീ കാരണം ഒരു പാവം പെൺകുട്ടിയുടെ വിവാഹമാണ് മുടങ്ങിയത്. ആരാ ഇത്? ഞാനവിടെ പുറക്ക്. ഗുണ്ടയല്ലേ? ഗുണ്ടയല്ല, ഉണ്ട. നീ അറിഞ്ഞോ നിന്റെ ഫ്രണ്ട് ലാലുന്റെ മാരേജ് നടന്നില്ല? എന്താ കാരണം? നീ കാരണം മുടങ്ങിയതാ കേട്ടെ. ഞാൻ കാരണം? അതെ, നീ ഒരു ദിവസം മഴയത്തൊരു പെണ്ണിന്റെ കുടയിൽ ഓടിക്കറിയില്ലേ? ആ പെണ്ണിനായിരുന്നു ലാലു മാരി ചെയ്യാൻ പോയത്. നിന്നോട് ഇതാരാ പറഞ്ഞത്? കോളേജ് വെച്ച് മീര് പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. ഇൻവിറ്റേഷൻ തരാൻ വന്നപ്പോഴേ ലാലുവിനോട് നീ പറയുന്നത് കേട്ടല്ലോ. ആ പെണ്ണ് നിന്റെ ഒരു പഴയ കക്ഷിയായിരുന്നു. നേരമുണ്ടോ? ആ പെണ്ണിന്റെ മാരേജ് മുടങ്ങിന്റെ ദേഷ്യത്തിൽ നിന്നോട് റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയാ രജനി എന്ന പേരിൽ ആ പെണ്ണ് നിന്നോടൊപ്പം കൂടിയിരിക്കണമെന്ന് മീര എന്നോട് പറഞ്ഞു. അതുകൊണ്ടായിരിക്കും ഞാൻ ആ കുട്ടിയെ കാണാൻ ചെന്നപ്പോ എന്നോട് ദേഷ്യമായി പെരുമാറിയത്. ആ കുട്ടിയുടെ യഥാർത്ഥ പേര് രജനി എന്നല്ല, അനിതയെന്നാ. ഓ, അപ്പൊ കാക്കയും കാകം അന്വേഷിച്ചിടുന്നത് ഈ പെണ്ണിനാണല്ലേ? അതെ. ഏതായാലും ഈ പെണ്ണ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഏതോ കേസ് കെട്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നീ നടപ്പൊന്നു നിക്ക്. എനിക്ക് ലാലുവിനെ കാണണം. അവനെന്റെ ഒരു നല്ല ഫ്രണ്ടാ. വെറും തമാശയ്ക്ക് ഞാൻ എന്തൊക്കെ പറഞ്ഞു. അത് ഇത്ര സീരിയസ് ആവുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇവനെല്ലാം തമാശയാണല്ലോ. ലോകത്ത് കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ സ്വന്തമാക്കുക, സൂഹിക്കുക, ആണല്ലോ നിന്റെ ലൈഫ്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആലോചിച്ചുറപ്പിച്ച വിവാഹം മുടങ്ങിയാലുണ്ടല്ലോ അതിന്റെ വില നിനക്ക് മനസ്സിലാവില്ല. എല്ലാ തെറ്റുകളും എന്റെയാ. ഞാൻ കാരണം മുടങ്ങിയ വിവാഹം ഞാൻ തന്നെ നടത്തും. ഉണ്ടായ സത്യം തുറന്നു പറഞ്ഞാൽ അവൻ വിശ്വസിക്കാതിരിക്കില്ല. നീ ലാലുവിനെ കാണാൻ പോകുമ്പോ തനിച്ചു പോകണ്ട, ഞങ്ങളും കൂടെ വരാം. ആരും കൂടെ വന്ന് കുളമാക്കണ്ട, ഞങ്ങൾ പൊക്കോളാം. നടക്ക്. നമ്മുടെ ലാലു അല്ലേ പോകുന്നത്? ലാലു! വണ്ടി പുറകോട്ട്. എല്ലാം ഞാൻ അറിഞ്ഞത് ഇപ്പോഴാണ്. ഞങ്ങൾ നിന്നെ അന്വേഷിച്ച് അങ്ങോട്ട് വരികയായിരുന്നു.
ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ എന്നോടൊന്ന് സംസാരിക്കണ്ട. ഞാൻ പറയുന്നത് കേൾക്കൂ. മാറിയില്ല. പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കൂ. അന്ന് ഞാൻ നിന്നെ തിരക്ക് റൂമിൽ വന്നതാ. അന്ന് നിന്നെ എന്റെ കിട്ടിയിരുന്നെങ്കിൽ ഇതല്ലാതെ സംഭവിക്കുന്നത്. ലാലു, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ലാലുവിന് ബിനോയെ നന്നായിട്ട് അറിയാമല്ലോ. അന്ന് അവൻ അനുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊന്നും സത്യമല്ല. ഈ കാര്യം ലാലുവിനെ കണ്ട് പറയാനാണ് ഞങ്ങൾ ഇറങ്ങിയത്. ലാലു, നീ എന്നെ എന്ത് വേണേ ചെയ്തു, എന്ത് വേണേ പറഞ്ഞു. പക്ഷെ നീ അനുഭവത്തെ തെറ്റിദ്ധരിക്കരുത്. എല്ലാം എന്നോട് തുറന്നു പറയാൻ വേണ്ടി ഞങ്ങൾ വന്നത്. അനിത പ്ലീസ്, ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. അന്റയുടെ മുമ്പിൽ വണ്ണുകൾക്കുള്ള യോഗ്യത എനിക്കില്ലെന്നറിയാം. സോറി. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. എല്ലാം എനിക്ക് പറ്റിയ തെറ്റുകളാണ്. നിങ്ങൾ എന്നോട് സംസാരിക്കണമെന്നില്ല. ഞാൻ പറയുന്ന മുഴുവൻ അനിത കേൾക്കണം. നിങ്ങൾ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. ബിനോ ചെയ്തൊരു തെമ്മാടിത്തം എന്നല്ലേ? മനസ്സുകൊണ്ട് പോലും ഒരു തെറ്റും ചെയ്യാത്തവളാണ് ഞാൻ. ആ എന്നെയാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചത്. അനിത, കഴിഞ്ഞതൊക്കെ മറക്കണം. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അവസാനത്തെ പെൺകുട്ടി അനിതയായിരിക്കും. കൂടുതലായി ഒന്നും എനിക്ക് പറയാനില്ല. ഈ പള്ളിയിൽ വെച്ച് വിവാഹിതരാവേണ്ടവരായിരുന്നു നമ്മൾ. വീണ്ടും ആൾക്കാർക്ക് മുന്നിൽ നമ്മൾ ഒരുമിച്ച് നിന്റെയൊക്കെ വർത്തമാനം കേട്ടാ തോന്നും നിന്നെ പോലെ 4-5 മുടിയന്മാരെ പുത്രന്മാർക്ക് വേണ്ടി മാത്രം കുംഭസരിക്ക് എന്നെ സഭയിൽ നിന്ന് അലോട്ട് ചെയ്തതാണെന്ന്. ഞാൻ എത്ര പറഞ്ഞിട്ടും അത് കേൾക്കാനുള്ള സന്മനസ് പോലും അനിത കാണിച്ചില്ല. എവന്റെ കാര്യത്തിന് വേണ്ടി ഒരു ദിവസം ചെന്നതാ. എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഒരു വൈദ്യ എന്ന നിലയിൽ കാര്യങ്ങൾ പറഞ്ഞ അനിത കേൾക്കും. അത് ശരിയാവില്ല. പോയിട്ട് വെറുതെ തിരിച്ചു വരാന്നല്ലാതെ. താൻ എന്തൊക്കെയാലും ഈ ലോകയ്ക്കൊരു വെയിറ്റ് ഉണ്ട്. താൻ വെയിറ്റ് കാണിച്ച് അതിന്റെ വെയിറ്റ് കളയണ്ട. പോയിട്ട് വരണം. ഫാദർ, എനിക്ക് വേണ്ടി അനിത ഒന്നുകൂടെ പോയി കാണണം പ്ലീസ്. തെറ്റിദ്ധരിക്കപ്പെട്ട മനസ്സാണ് ആ കുട്ടിയുടേത്. ആരെന്തു പറഞ്ഞാലും സത്യം ഉൾക്കൊള്ളാൻ ആ കുട്ടി കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താൻ തന്നെ പോയാലേ ഇത് സോൾവ് ചെയ്യാൻ പറ്റൂ. അച്ചോ, തെറ്റിദ്ധരിക്കപ്പെട്ട 2 മനസ്സുകളെ കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഒരു വൈദികന്റെ കടമ. ശരി, നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ, ശ്രമിക്കാം. താങ്ക് യു ഫാദർ, താങ്ക് യു വെരി മച്ച്. താൻ മരിച്ചു എന്നാൽ കർത്താവിന്റെ വലതുഭാഗത്ത് തന്നെ തനിക്കൊരു സീറ്റ് കിട്ടാതിരിക്കത്തില്ല. ഒന്ന് ചുമ്മാ കുറെ നേരം ആയില്ല. താൻ ധൈര്യമായിട്ടിരിക്കും. തന്റെ വിവാഹം ഈ ഫാദർ ഇല്ലിക്കൂടിന്റെ കാർമ്മികത്വത്തിൽ തന്നെ നടക്കും. ഒരു സാധനം വെച്ചാൽ കാണില്ല. അമ്മേ, ഞാൻ ഒന്ന് എടുത്ത് എവിടെയെങ്കിലും ഇട്ട് കാണും. അമ്മേ, എന്താ മോളെ നീ കിടന്ന് ബഹളം വെക്കുന്നത്? എന്താ കാര്യം? അമ്മേ, അമ്മ ഇതുണ്ടോ? എന്താ ഇത്? ഉപ്പോ? ഇത് എവിടുന്ന് കിട്ടി? ഇതെന്റെ ബാഗിലിരുന്നതാ. ഇത് ഡ്രഗ്സ് ആണെന്ന് തോന്നുന്നു. ഡ്രസ്സാ? മയക്കുമരുന്ന്. മയക്കുമരുന്നാ? ഇതെങ്ങനെ എന്റെ ബാഗിൽ വന്നു?
സണ്ണിയെ പിടിച്ചു കൊണ്ടുപോയി ചോദിച്ച പാക്കറ്റ് ഇതായിരിക്കോ? വീണ്ടും ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വന്നതാ. കയറി ഇരിക്കൂ ഫാദർ. താങ്ക് യു. മുമ്പ് ഞാനിവിടെ വന്നത് ബിനോയുടെ കാര്യത്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ അന്ന് അത് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു അനിത. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയാണ്. ലാലു. സോറി ഫാദർ, വീണ്ടും ഫാദറിനോട് മുഷിഞ്ഞ് സംസാരിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ വിഷമമുണ്ട്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കും. എന്റെ അമ്മാമ്മ അച്ഛനെ ഇരിക്കും. ഓ, ഞാൻ പോയിട്ട് കാപ്പി എടുത്തിട്ട് വരാം. ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് അനിത മറുപടി പറഞ്ഞാൽ മതി. എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പുരോഹിതനാണ് ഞാൻ. ആരോടും മനസ്സിൽ പകയും വിദ്വേഷവും വച്ചു പുലർത്തരുത്. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ബിനോയ്. ആരും നിയന്ത്രിക്കാനില്ലാത്ത ചുറ്റുപാടിൽ ശരിയേക്കാൾ കൂടുതൽ തെറ്റുകൾ കണ്ടാണ് അവൻ വളർന്നത്. ഇന്നവൻ അതേക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നുമുണ്ട്. അനിതയുടെ വിവാഹം മുടങ്ങാനുണ്ടായ സാഹചര്യമൊക്കെ എനിക്കറിയാം. ഒന്നും മനഃപൂർവ്വമല്ല, എല്ലാം ദൈവകൽപ്പന പോലെയല്ലേ നടക്കൂ. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ അങ്ങ് മറക്കുക. അനിത ലാലുവിനെ വിവാഹം കഴിക്കണം. അവൻ അനിതയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഫാദർ, വേണ്ട, ഒന്നും പറയണ്ട. എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് കരുതിക്കോളൂ. പിന്നെ അനിതയെ പിന്തുടർന്ന ഒരു ഗ്യാങ്ങിനെ കുറിച്ച് ഞാൻ അന്ന് സൂചിപ്പിച്ചില്ലേ? അവർ ഇവിടെ തന്നെയുണ്ട്. എന്തിനാണ് അവർ അനിത അന്വേഷിക്കുന്നത്? അവരെ കുറിച്ച് ഞങ്ങളിപ്പോ പറഞ്ഞോളൂ അച്ചോ. എന്റെ മോനെ പിടിച്ചു കൊണ്ടുപോയത് അവരായിരിക്കും. അന്ന് അവർ വന്നത് ഈ പാക്കറ്റിന് വേണ്ടിയായിരിക്കും. ഇത് ബ്രൗൺ ഷുഗർ പോലുള്ള ഏതോ മയക്കുമരുന്നാണെന്ന് തോന്നുന്നു. ഇതോടെ വെച്ചോണ്ടിരിക്കരുത്. എത്രയും വേഗം ഇത് പോലീസിൽ ഏൽപ്പിക്കണം.